ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വിഷുവാണ്. വിഷുവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. എല്ലാവരും അത് കേൾക്കണം. ഒരുപാട് കാര്യങ്ങൾ, അതായത് വിഷുക്കണി ദർശനം എത്ര സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും പല പല സ്ഥലങ്ങളിലെ ആ സമയമൊക്കെ തന്നെ നമ്മൾ അതിനകത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യണം, ഇക്കാര്യങ്ങളൊക്കെയും നമ്മൾ ആ വീഡിയോയിൽ വളരെ വിശദമായി തന്നെ സംസാരിച്ചിരുന്നു. എല്ലാവരും അത് കേൾക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥകളൊക്കെ തന്നെ നിങ്ങളൊന്ന് കേട്ടോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമുണ്ടാകും. പിന്നെ ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വിഷു ദിവസം മുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നിരന്തരം ഇനിയുള്ള വർഷങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ജപിച്ചു തുടങ്ങിക്കോളൂ. ആകപ്പാടെ ഒരേ ഒരു വരി മാത്രമേ ഉള്ളൂ. അതൊരു സംരക്ഷണ കവചമാണ് നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നത്. കാരണം നമുക്കെല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ്, പലപ്പോഴും നമ്മളെ ഓരോരുത്തരും വന്ന് ചതിയിൽപ്പെടുത്തും. പല തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകും. ചിലർ നമ്മളെ സാമ്പത്തികമായിട്ടായിരിക്കും ചൂഷണം ചെയ്യുന്നത്, മറ്റു ചിലരെ ശാരീരികമായിട്ട് ചൂഷണം ചെയ്യും, ചിലർ മാനസികമായിട്ട് നമ്മളെ ചൂഷണം ചെയ്യും. ഒക്കെ നമുക്ക് പലതരത്തിലുള്ള ചൂഷണങ്ങൾ നമ്മൾ പെട്ടുപോകാറുണ്ട്. നമ്മൾ ആദ്യമൊന്നും അറിയില്ല നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണെന്ന്. ഏറ്റവും അവസാനം എല്ലാം അവസാനിക്കും എന്ന തോന്നൽ ആ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത്, ദൈവമേ ഇത് ചതിയായിരുന്നോ എന്ന്. ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, നമുക്ക് പരിചയമുള്ള ആളുകളായിരിക്കാം. ചിലപ്പം ചിലർ വന്നിട്ട് ചില ഡിപ്പോസിറ്റ് സ്കീംസിലൊക്കെ ചേർക്കാനായിട്ട് അങ്ങനെ വന്നിട്ട് നമ്മളെ പണം പറ്റിച്ചിട്ട് പോകുന്നവർ കാണും. ചിലർ ഒരിക്കലും തിരിച്ചു കൊടുക്കണ്ട എന്ന് കരുതിയിട്ട് നമ്മുടെ അടുത്തു നിന്ന് കടം മേടിക്കും. അപ്പം നമ്മളോട് എന്താ പറയുന്നത്, ഇതുപോലെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസാണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണ്, ഞാൻ എങ്ങനെയെങ്കിലും 2 ആഴ്ചക്കുള്ളിൽ എടുത്തു തരാം, എനിക്ക് മറ്റ് പൈസ വരാനുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എടുത്തു തരാം, ഭർത്താവിൻ്റെ പൈസ, അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, വള ഒന്ന് തരാമോ പണയം വെക്കാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് തരില്ല. പിന്നെ നമ്മൾ ഇവരുടെ വീട്ടിൽ ചെന്ന് കിടന്ന് ചോദിച്ച് നാണം കെടണം. അങ്ങനെ നമ്മളെ വന്ന് പറ്റിക്കുന്ന ആളുകൾ കാണും. ചില പെൺകുട്ടികളെ, ചില ആൺകുട്ടികൾ സ്നേഹം ഭാവിച്ചു വന്നിട്ട് അവരെ അങ്ങനെ ചതിയിൽപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ബന്ധുക്കൾ തന്നെ സ്നേഹവർത്തമാനങ്ങൾ പറഞ്ഞു വന്ന് ചതിയിൽപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തൊഴിൽ സ്ഥലത്ത് ചതികൾ പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചതികളുടെ ഒരു ലോകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലിയുഗം. പലതരത്തിലുള്ള ചതികളായിരിക്കും നമ്മളെ തേടി വരുന്നത്. ഇങ്ങനെയുള്ള ചതികളിൽ പെടാതിരിക്കാനായിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ തന്നെ ഒരു പ്രത്യേക നാമമുണ്ട്. ആ നാമം നിരന്തരം നിങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതായത് ഒരു 48 തവണ അതല്ലെങ്കിൽ 108 തവണ ഇങ്ങനെയൊക്കെ നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു സംരക്ഷണ കവചമായിട്ട് നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കും. അതാണ് ഈ ഒരു നാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, പാണ്ഡവർ ധാരാളം സമയങ്ങളിൽ കൗരവർ ചതിയിൽപ്പെടുത്താനായിട്ട് പല തരത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ പാണ്ഡവരെ സഹായിക്കാനായിട്ട് ഓടിയെത്തിയത് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ഈ ചതിയിൽ നിന്നൊക്കെ പാണ്ഡവരെ രക്ഷിച്ചിട്ടുള്ളത്. ദ്രൗപദിയുടെ മാനം നമുക്കറിയാം അല്ലേ? കൗരവസഭയിൽ 5 ഭർത്താക്കന്മാർ, അതും വീരന്മാരായ ഭർത്താക്കന്മാർ നോക്കി നിൽക്കുകയാണ്. ഗുരുതുല്യരായ ആളുകൾ ഇരിപ്പുണ്ട്, ബന്ധുക്കൾ ഇരിപ്പുണ്ട്, ശ്രേഷ്ഠന്മാരൊക്കെ തന്നെ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് രജസ്വലയായി ഒറ്റമുണ്ട് ഉടുത്തു നിന്ന ദ്രൗപദിയുടെ വസ്ത്രത്തിൽ ദുശാസനൻ കയറി പിടിക്കുന്നത്. ദുര്യോധനൻ തൊടയൊക്കെ കാണിച്ചിങ്ങനെ അടിച്ച് ആനന്ദിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് വീരന്മാർ 5 പേരാണ്, വില്ലാളി വീരന്മാർ, അവർ തല കുനിച്ചിരിക്കുന്നു. ആ സമയത്ത് ഒറ്റമുണ്ടെടുത്ത് നിൽക്കുകയാണ്, രജസ്വലയാണ് ദ്രൗപദി. ആ ദ്രൗപദിയെ രക്ഷിക്കാനായിട്ട് ഓടി വരുന്നത് ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. അതോടുകൂടിയാണ് ആ സ്ത്രീയുടെ മാനം അവിടെ പിച്ചി ചീന്തിയതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുലത്തിന് തന്നെ നാശമുണ്ടാകുന്നത്. അതിനു മുമ്പ് പല അധർമ്മങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു നാശം എന്ന നിലയിലേക്ക്
ഒന്നും പോയിട്ടില്ലായിരുന്നു. ഈ ഒരൊറ്റ കാര്യത്തോടു കൂടിയാണ്. അതായത് സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്നത് വളരെ ദോഷമാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു സ്ത്രീയുടെ കണ്ണുനീരിങ്ങനെ നിരന്തരം ആരെങ്കിലും വീഴ്ത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് വലിയ ദോഷമാണ്. അത് ചിലപ്പോൾ ഭർത്താക്കന്മാരായിരിക്കാം നിരന്തരം ഭാര്യമാരെ ഇങ്ങനെ ഉപദ്രവിച്ച് അവരുടെ കണ്ണുനീര് വീഴ്ത്തുന്നത്. ചിലപ്പോൾ അമ്മായിച്ചനും അമ്മായിയമ്മയും മരുമകളുടെ കണ്ണുനീര് ഭയങ്കരമായിട്ട് വീഴ്ത്തും. അത് നിങ്ങൾ ആലോചിക്കുക. തൽക്കാലം നിങ്ങൾക്കൊരു മനസ്സുഖമൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ കുടുംബം നശിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ എന്ന് നിങ്ങൾ ഓർക്കുക. ഇപ്പം മരുമോള് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് പലതരത്തിലും ചിലപ്പോൾ സ്വാർത്ഥതയുള്ള സ്ത്രീയോ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്ന് പോകാത്തൊക്കെ ആയിരിക്കാം. ശരി, അവരെ അങ്ങ് വിട്ടേക്കുക. ഒന്നുകിൽ നിങ്ങൾ മാറി താമസിക്കുക, അതല്ലെങ്കിൽ അവരോട് മാറി താമസിച്ചോളാൻ പറയുക. ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകൾക്കും സ്വയം പര്യാപ്തമായി ജീവിക്കാനുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ അതിനുള്ള മാർഗം നമ്മളെല്ലാവരും കണ്ടുവെക്കണം. കുറച്ചൊക്കെ മക്കളെ ഒന്നും ആശ്രയിക്കാതെ ജീവിക്കാനായിട്ടുള്ള വരുമാന മാർഗം നമ്മൾ കരുതണം. അത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും, നിങ്ങൾ ചെറുപ്പക്കാരാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നവരാണെങ്കിൽ, എൻ്റെ മകൻ വളർന്നു വലുതായി അവൻ്റെ ഭാര്യയും അവനും കൂടെ വന്ന് എന്നെ നോക്കിക്കൊള്ളും എന്ന ചിന്തയിലൊന്നും നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾക്ക് ജോലി എടുത്ത് ജീവിക്കാനുള്ള അല്പം നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു പണമൊക്കെ നിങ്ങൾ ഇപ്പോഴേ കരുതി വെക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും മക്കളെയും മരുമക്കളെയും ഒന്നും ആശ്രയിക്കേണ്ടി വരില്ല. അവർ വിവാഹം കഴിച്ച് അവർ സെപ്പറേറ്റ് അവരുടെ കുടുംബമായിട്ട് അവർ ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് സുഖമില്ലാത്ത സമയത്തോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ വന്ന് നിങ്ങളെ നോക്കിക്കോളും. അതിലൊന്നും പ്രശ്നമില്ല. കാരണം എപ്പോഴും കൂടെ കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോഴാണ്, എപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴക്കുണ്ടാകുന്നത്. ഒരു ചേർച്ചക്കുറവുണ്ടോ എന്ന് തോന്നുമ്പം തന്നെ അങ്ങ് മാറുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരാളുടെയും കണ്ണുനീര് വീഴ്ത്തരുത്. അതൊരു ശാപമാണ്, അതൊരു ദോഷമാണത്. അതാണ് നമ്മൾ ഈ പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെ. അങ്ങനെ ദ്രൗപദിയുടെ കണ്ണുനീര് ആ സഭയിൽ വീണതുകൊണ്ടാണ് ഏറ്റവും അവസാനം വലിയ ഒരു യുദ്ധത്തിലേക്ക് അത് മാറുന്നതും. അതുപോലെ ഇതിനെയെല്ലാം മൂകമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ധൃതരാഷ്ട്രരുടെ എല്ലാ മക്കളും ആ യുദ്ധത്തിൽ മരിക്കുകയാണ്. കർമ്മം ചെയ്യാൻ പോലും ഒരാളെ ഭഗവാൻ കൊടുത്തില്ല. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണം. വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ശാപങ്ങളൊന്നും അല്ലെ അവരുടെ കണ്ണുനീര് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ വീഴിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കരുത്. ഒരു കാതിൽ കൂടെ കേട്ട് മറു കാതിൽ കൂടെ അങ്ങ് കളയുക. പലതും മിണ്ടാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, കുറേയൊക്കെ നമ്മൾ അങ്ങ് നിയന്ത്രിക്കുക. അങ്ങനെ ആയാൽ മാത്രമേ മുമ്പോട്ട് ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ദോഷങ്ങളൊന്നും മേടിച്ചു വെക്കരുത്. അങ്ങനെ ആ സമയത്തും ഈ ദുരിതകാലത്തുമെല്ലാം തന്നെ രക്ഷിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഭഗവാന്റെ അവതാരങ്ങളെല്ലാം തന്നെ ആപത്ത് കാലത്ത് രക്ഷിക്കാൻ വേണ്ടി അവതാരമെടുത്തതാണ്. വരാഹമായാലും നരസിംഹമൂർത്തിയായാലും വാമനനായാലും എല്ലാവരും തന്നെ ഓരോ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അവതാരമെടുത്ത അവതാരങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും ബലവാനായ ശക്തിശാലിയായ ഒരു അവതാരമാണ് നരസിംഹമൂർത്തി. നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഭയങ്കര പ്രയോജനമാണ്. പ്രത്യേകിച്ച് നെയ്വിളക്ക് സമർപ്പിച്ച് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നരസിംഹമൂർത്തിയുടെ നാമം ജപിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ, നെയ്വിളക്ക് തന്നെ തെളിയിച്ച് ജപിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേയസ്കരമാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തെക്കേടത്ത് നരസിംഹമൂർത്തിക്ക് നെയ്വിളക്ക് നമ്മൾ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഭഗവാനാണ് അവിടെ ഇരിക്കുന്ന നരസിംഹമൂർത്തി എന്ന് പറയുന്നത്. അത്ര ശക്തിശാലിയാണ്. ഭക്തരോട് വലിയ സ്നേഹമാണ്. കാരണം കുഞ്ഞു പ്രഹ്ലാദനെ ഓടി വന്ന് രക്ഷിച്ച ആളാണ് നരസിംഹമൂർത്തി. അത്ര ഭക്തരോട് ഭയങ്കരമായ അലിവും സ്നേഹവുമുള്ള ആളാണ് സാക്ഷാൽ നരസിംഹമൂർത്തി. തൻ്റെ ഭക്തരോട് ഭയങ്കര സ്നേഹമാണ്. ശരിക്കും നമ്മൾ ഭഗവാന്റെ ആ ഒരു സംരക്ഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ മനസ്സു നിറഞ്ഞ് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ഭക്തനെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ചതിപ്രയോഗങ്ങളിലൂടെ കുഴിയിലേക്ക് ഇടാനായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ ചാടി വീണ് നമ്മളെ സംരക്ഷിക്കും. അത്രത്തോളം സ്നേഹമുള്ളവനാണ്, ഭക്തപ്രിയനാണ്, അത്ര ഒരു അലിവുള്ള ആളാണ് നരസിംഹമൂർത്തി. നമുക്ക് കണ്ടാൽ ഭയങ്കര ഭയമൊക്കെ തോന്നും. പക്ഷേ ഭയപ്പെടേണ്ടത് ആരാണ്? ശത്രുക്കളാണ്.
ഭക്തരോട് അങ്ങനല്ല, ഭക്തരോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ടാണ് കുഞ്ഞു പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ ഓടി വന്നത്. ഞാൻ നിങ്ങൾക്കൊരു നാമം പറഞ്ഞു തരാം. ഈ നാമം കുളിച്ച് ശുദ്ധമായിട്ടിരുന്ന് വേണം പ്രാർത്ഥിക്കാനായിട്ട്. പീരീഡ്സ് ഉള്ള 7 ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അതുപോലെ ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വിളക്ക് തെളിയിച്ച് ഈ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കുളിച്ചിട്ട് വേണം വിളക്ക് തെളിയിച്ച് നാമം ജപിക്കാനായിട്ട്. അങ്ങനെ നോൺ വെജ് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കഴിവതും രാവിലെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചു, അതൊന്ന് ദഹിച്ചു, പിറ്റേ ദിവസം നമ്മൾ നന്നായിട്ട് കുളിച്ച് ഒക്കെയാണല്ലോ വിളക്ക് തെളിയിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ കൂടുതൽ ഫലമാണ്. ഇല്ലെങ്കിൽ നന്നായിട്ട് കുളിച്ചിട്ട് നിങ്ങൾ ജപിച്ചാലും മതി. പക്ഷേ ശുദ്ധമായിരിക്കുന്ന സമയത്ത് വേണം ജപിക്കാനായിട്ട്. പുലയും ബാലായ്മയുള്ള സമയത്ത് നിങ്ങൾ ജപിക്കേണ്ട. 16, 14 ദിവസങ്ങളൊന്നും തന്നെ നിങ്ങൾ ജപിക്കേണ്ട. പീരീഡ്സ് നിങ്ങളുടെ ശരീരശുദ്ധി 7 ദിവസമാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. ആ 7 ദിവസം നിങ്ങൾ ജപിക്കേണ്ട. അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ശുദ്ധി വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ജപിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ നാമം 108, 1008, അത് 1008 ജപിക്കാൻ സാധിക്കുന്നെങ്കിൽ ഭയങ്കര നല്ലതാണ്. അങ്ങനെ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഏറ്റവും കുറഞ്ഞത് 108 ജപിച്ചു കഴിഞ്ഞാൽ അത് ഉത്തമമാണ്. ഇത് നെയ്വിളക്ക് സമർപ്പിച്ച് നിങ്ങൾക്ക്, അതായത് നെയ്വിളക്ക് തെളിയിച്ചിട്ട് നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്ര ഉത്തമമാണ്. ഇനി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോയി ഇരുന്നിട്ടാണെങ്കിൽ പോലും ഭഗവാന്റെ ഈ നാമം നിങ്ങൾക്ക് അങ്ങോട്ടൊന്ന് മാറിയിരുന്നിട്ട്, അതായത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ തിരുനടയുടെ ആ ഭാഗത്തു നിന്നല്ല, നിങ്ങൾക്ക് ആ ആനക്കൊട്ടിലോ അതല്ലെങ്കിൽ മറ്റെവിടെയൊക്കെയെങ്കിലും മാറി എന്നുകൊണ്ട് ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രം ആണെങ്കിലും അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രം ആണെങ്കിൽ പോലും അവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നാമം ജപിക്കാവുന്നതാണ്. ഈ നാമം സ്ഥിരമായി ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കണം, അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു പരീക്ഷണം പോലെ ചെയ്യരുത്. എന്നെ രക്ഷിക്കും ഭഗവാൻ, ഉറപ്പായിട്ടും എന്നെ രക്ഷിക്കും. ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മളങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഭഗവാനെ അത്രയും നമ്മളങ്ങ് എന്ത് ചെയ്യണം, സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ച് നമ്മൾ അത്ര പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഈ നാമം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ശത്രുക്കളും ഒരു കുഴിയിലും നമ്മളെ ഒന്ന് വീടില്ല, നമ്മളെ ആരും പറ്റിക്കില്ല. പറ്റിക്കാൻ വരാൻ അവർക്കൊരു പേടിയാണ്, അവർക്കൊരു ഭയം വരും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ. ഇതാണ് ആ നാമം. ഓം നാരസിംഹവപുഷേ നമഃ. ഈ നാമം വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു നാമമാണ്. ഇത് നിരന്തരം ജപിച്ചു കൊള്ളുക. ഒരു ജപമാല ഉപയോഗിച്ച് ജപിക്കാൻ സാധിക്കുന്നെങ്കിൽ അത്രയും ഉത്തമമാണ്. തീർച്ചയായിട്ടും ഈ നാമം ഭയങ്കര ഫലസിദ്ധിയുള്ള ഒരു നാമമാണ്. നിങ്ങൾ വിശ്വസിച്ച് ജപിച്ചു കൊള്ളുക. 100% ഇത് ഫലപ്രദമാണ്. പക്ഷേ വിശ്വാസം വേണം. വിശ്വസിക്കാതെ ചുമ്മാതെ നോക്കട്ടെ എന്ന രീതിയിൽ ജപിച്ചതുകൊണ്ട് അതൊരു ജപമാകുന്നില്ല. അത് വെറുതെ ഒരു വർത്തമാനം പറയുന്ന ഒരു രീതിയായിട്ട് അങ്ങ് മാറുകയുള്ളൂ. പക്ഷെ പൂർണ്ണമായിട്ടും ഭഗവാനെ വിശ്വസിച്ച് ഈ നാമം നിരന്തരം ജപിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ശത്രുക്കളും നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഒരു ചതിപ്രയോഗത്തിൽ ചെന്നും നിങ്ങൾ പെടില്ല. 100% ഉറപ്പാണ്. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.